മലബാറിന്റെ പൂരോത്സവത്തിന്റെ വരവറിയിച്ച് ചങ്ങാത്തം ചോദിക്കൽ ചടങ്ങ് നടന്നു. കാസർഗോഡ് നീലേശ്വരം നെല്ലിക്കാതുരുത്തി കടകം നിലമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് തെക്ക് വടക്ക് ഭാഗക്കാരുടെ ചടങ്ങ് നടന്നത്. തുരുത്തിത്തലക്കാട്ട് ക്ഷേത്രത്തിലെ പൂരപ്പന്തലിൽ രാവിലെ ബാല്യക്കാർ തോർത്തുമുണ്ടെടുത്ത് അതിന്മേൽ പണിയോല വള്ളി ചുറ്റിക്കെട്ടി ഒത്തുകൂടി. തുടർന്ന് പന്തലിൽ തൊഴുത് പ്രാർത്ഥിച്ച് പൂരക്കളി പണിക്കരടക്കം പൂരക്കളി കളിച്ച് കൂട്ടായിക്കാരുടെ സമ്മതത്തോടെ ആർപ്പുവിളികളുമായി ചങ്ങാത്തം ചോദിച്ചിറങ്ങി. ക്ഷേത്രം തെക്കരുടെയും വടക്കരുടെയും പരിധിയിലെ 3000-ഓളം വീടുകളിൽ ഇവർ ചങ്ങാത്തം ചോദിച്ചെത്തി. പരിധിക്കകത്തെ എല്ലാ വീടുകളിലും കയറിയിറങ്ങി സന്ധ്യയോടെ പൂരക്കളി പന്തലിൽ തിരിച്ചെത്തി പൂരക്കളി കളിച്ചു പിരിഞ്ഞു. ഏതെങ്കിലും വീട്ടിൽ ചങ്ങാത്തം ചോദിച്ച് എത്തിയില്ലെന്ന പരാതി ഉയർന്നാൽ ബന്ധപ്പെട്ട സംഘത്തലവനായ ബാല്യക്കാരൻ ക്ഷേത്രത്തിൽ പിഴ ഒടുക്കേണ്ടി വരും. നമുക്ക് ഇവിടുന്ന് പോയി ഓർക്കളം കഴിഞ്ഞിട്ട് നേരെ അച്ചാന്തുരുത്തി പോകും. അച്ചാന്തുരുത്തിയിൽ നിന്ന് പുറത്തേക്കായി പോലാണ്. പുറത്തേക്ക് അഴിത്തല വരെ കഴിഞ്ഞിട്ട് പിന്നെ കടിഞ്ഞുമലൊരു തറവാടുണ്ട്. എല്ലാവരും ആ തറവാട്ടിൽ ഒത്തുചേരും. മീത്തല വീട് തറവാട്. ആ തറവാട്ടിൽ ഒത്തുചേർന്നതിന് ശേഷം എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പരാതിയും കൊണ്ട് അവിടെ വരും. അവിടെ നിന്നാണ് പിന്നെ ആ വിട്ടുപോയ സ്ഥലത്തേക്ക് പോവുക. അവിടെ എല്ലാവർക്കും ഒരു ഭക്ഷണം, മാങ്ങ വെള്ളം ഇതൊക്കെയുണ്ട്. പച്ചമാങ്ങ മുറിച്ചിട്ടിട്ടുള്ളൊരു വെള്ളമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ കോട്ടപ്പുറം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിലേക്ക് എല്ലാവരും പോകും. കോട്ടപ്പുറം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിലെത്തി അവിടുന്ന് 3 പ്രാവശ്യം ഓങ്കാരം ധ്വനി ഉണർത്തിയിട്ട് പിന്നെ അവിടുന്ന് കിഴക്കോട്ട് പോകലാണ്. ഉച്ചുളിക്കുതിരി, കൊയാമ്പറം, മുണ്ടേമാട് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കിഴക്കേ മുറിയിലേക്ക് വന്ന് ഈ പന്തലിലേക്ക് വള്ളി പൊട്ടിച്ച് കുളിച്ച് പന്തലിൽ കയറി പൂരക്കളി കളിച്ച് കളി തൊഴുത് അടക്കം വെക്കലാണ്. നെല്ലിക്കാതുരുത്തി കഴകം ഉൾപ്പെടെ തീയ സമുദായത്തിന്റെ 1-2 ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് നടക്കാറ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.